ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു യുദ്ധ അപ്ഡേറ്റാണ്. പക്ഷേ ഇതിൽ അല്പമൊന്ന് മാറിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് പല രക്ഷിതാക്കൾക്കുമുള്ള ആവലാതി എന്ന് പറയുന്നത്, ഞാനെന്ത് പറഞ്ഞാലും പഴയ കാലത്ത് നല്ല മോനായിട്ടത് കേൾക്കുമായിരുന്നു, നല്ല മോളായിട്ടത് കേൾക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പഴയ കേൾക്കുന്ന ആ രൂപം ഇന്നില്ല, അനുസരണ ഇന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്വന്തം എന്നുള്ള തോന്നലുകളിലേക്ക് എൻ്റെ മകനും മകളൊക്കെ പോയി തുടങ്ങി. ഇത് ഏറെക്കുറെ 12 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഉള്ളതാണ്. യഥാർത്ഥത്തിൽ കുട്ടിയാണോ പിഴച്ചതല്ല നമ്മളാണോ പിഴച്ചത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥ സമൂഹത്തിലേക്ക് ഈ കുട്ടി ഇറങ്ങി തുടങ്ങി എന്നതാണ് ഈ 12 വയസ്സ് മുതൽ അഥവാ 7ാം ക്ലാസ് മുതൽ അവൻ അങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലാണെന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുവരെ നമ്മളായിരുന്നു അവൻ്റെ ഹീറോ, നമ്മളായിരുന്നു എല്ലാം. പക്ഷേ അവൻ കൂർമ്മ ബുദ്ധിയിലേക്ക് വളർന്നു വരുന്നു, സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് സറൗണ്ട് സിസ്റ്റം വർക്കൗട്ടാകുന്നത്, എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ തുടങ്ങി. അതുപോലെ ഇനി അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അവിടെ നമ്മൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അവനെ ചേർത്ത് പിടിക്കാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും, നമ്മൾ പഴയ രൂപത്തിലല്ല സംസാരിക്കേണ്ടത്, കുറച്ച് പരിഗണനയോടുകൂടി ആളെ ഒന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് സംസാരിക്കാനൊക്കെ നമ്മൾ തയ്യാറാകണം. അല്ല എങ്കിൽ ഇവൻ നമ്മളെ വഴിചാരിക്കൊണ്ട് അല്ല പഴിചാരിക്കൊണ്ട് നമുക്ക് മുമ്പേ സഞ്ചരിക്കാൻ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് നമ്മളൊന്ന് തെറ്റിൻ്റെ കാഴ്ചപ്പാട് തോന്നുന്നത്. എന്നെക്കാളും വലിയ വായവർത്തമാനങ്ങൾ, എന്നെക്കാളും വലിയ രൂപത്തിലുള്ള പ്രതീക്ഷകൾ, എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? നീ കുട്ടിയല്ല, ഇപ്പോഴും പഠിക്കുകയല്ലേ വേണ്ടത്. ഇത് കുട്ടിയല്ല എന്ന് പറയലോടുകൂടി അവനക്കത് കേൾക്കുമ്പോൾ കുറേ ഇറിറ്റേഷൻ വരും. കുട്ടിയല്ല എന്നത് പറയാം നമുക്ക്, അത് അതിൻ്റേതായ സാഹചര്യങ്ങൾ. അവനൊരു വലിയ സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കേവലം ഒരു കുട്ടിയാണെന്ന തോന്നലിലേക്ക് മാതാപിതാക്കളായ നമ്മളെന്നെ പറഞ്ഞ് ചെറുതാക്കുമ്പോൾ അവനക്കത് ഇഷ്ടപ്പെടില്ല. അവൻ്റെ വലുപ്പത്തിന് അവൻ്റെ ബുദ്ധി വികാസത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ കൂടെ ആ കുട്ടി നിൽക്കുകയുള്ളൂ. 18 വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കൂടെ തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ ആ പഴയ കാലത്ത് കൊടുത്ത ഒരുപാട് അനുഭവങ്ങളും നല്ല കഥകളും അവൻ്റെ മൈൻഡിൽ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല എങ്കിൽ 18 വയസ്സെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാപ്പ ഏതോ വഴിക്ക് ഉമ്മ വേറേതോ വഴിക്ക്, രണ്ടാളും കൂടി ഒരുമിച്ച പിന്നെ എൻ്റെ എല്ലോ ഷൗട്ട് ചെയ്യൽ. ഇതല്ല അവൻ ഓർത്തെടുക്കേണ്ടത്. എൻ്റെ ഉമ്മ എൻ്റെ കുട്ടിക്കാലത്ത് അഥവാ ഞാൻ 7ലും 8ലും 5ലും 6ലൊക്കെ പഠിക്കുമ്പോൾ ചേർത്ത് പിടിച്ചവരായിരുന്നു. എൻ്റെ വാപ്പ എനിക്കിഷ്ടം പോലെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്താ സ്വാതന്ത്ര്യം? നമ്മുടെ പരിധിക്കുള്ളിലുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു വലുപ്പത്തിലെത്തിയ കുട്ടി ആലോചിക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ വാപ്പ എനിക്ക് വല്ലാതെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ വാപ്പയിലേക്ക് എത്താനും ഉമ്മയിലേക്ക് എത്താനും അവർ 18 വയസ്സ് തികയുന്ന സമയത്ത് പോലും അവനക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഉണ്ടാവുള്ളൂ. അല്ലേ അവരവരുടെ ഇതുവരെ നമ്മളൊരു ജയിലിലായിരുന്നു, ഇനിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഇനി ഏതെങ്കിലും 3-4 മാസം കഴിയുമ്പോൾ പോയാൽ മതി, 1-2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി എന്ന രീതിക്ക് നമ്മുടെ മക്കൾ മാറും. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയം പറയുന്നത് ഒരുപാട് ട്രെയിനിങ് സെഷനിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഉപകാരപ്പെട്ടോടെന്ന് കരുതിയിട്ടാണ് യുദ്ധ അപ്ഡേറ്റുകൾ വീണ്ടും വരും. എന്നാലും ചെറിയ ഒരു പുട്ടിന് തേങ്ങിടും പോലെ അല്പം ഇത്തരം വിഷയങ്ങളൊക്കെ ആകാമെന്ന് കരുതിയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ മക്കളെ അടുത്തറിയണം, അവരെ പരിഗണിക്കണം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ അവരോട് പറയാതെ അവർക്ക് സ്വയം തോന്നണം. അതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാവർക്കും നന്ദി. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ.